ദത്ത് വിവാദത്തിൽ ശിശുക്ഷേമ സമിതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തുന്നു. മാർച്ചിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സമാധാനപരമായിട്ടാണ് അവിടെ മുദ്രാവാക്യം വിളി നടക്കുന്നത്. ദത്ത് വിവാദത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ശിശുക്ഷേമ സമിതിയുടെ ചുമതലക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. കെ ശബരിനാഥൻ അടക്കമുള്ള നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി എസ് ശരൺ ചേരുന്നു. ശരൺ, സമരം ശക്തമാണല്ലോ, നിറയെ ആളുകളുണ്ട്. ഏതൊക്കെ നേതാക്കളാണ് ശബരിനാഥിന് പുറമേ ഉള്ളത്? എന്താണ് അവരുടെ ആവശ്യം? ദത്ത് വിവാദത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഏതായാലും മാർച്ച് സംഘർഷത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം നമുക്ക് ഈ ക്ഷേമ സമിതിക്ക് മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നതാണ് ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളത്. അതായത് ഷിജു ഖാനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ പ്രക്ഷോഭ രംഗത്ത് ഉണ്ടാകുമെന്നുള്ളതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ശബരിനാഥൻ തുടങ്ങിയ നേതാക്കളും ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ വി.ഡി. സതീശൻ ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടനം നടക്കുക. ഏതായാലും നമുക്കറിയാം, ഈ ശിശുക്ഷേമ സമിതിക്കെതിരെയും PWCക്കെതിരെയും ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു ഈ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയും ഇവർക്കെതിരെ നടപടി, അതായത് CWCക്കെതിരെയും ക്ഷേമ സമിതിക്കെതിരെയും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അടുത്ത മാസം 2ാം ഘട്ട സമരത്തിലേക്ക് അനുപമ കടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടി ഒരു വശത്ത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നന്ദി ശരൺ വിവരങ്ങൾക്ക്.